കണ്ണൂർ തയ്യലിൽ 1.5 വയസ്സുകാരനെ അമ്മ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ വിധി വ്യാഴാഴ്ച. കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ 1-ാം പ്രതി തയ്യൽ സ്വദേശി ശരണ്യയ്ക്കുള്ള ശിക്ഷയാണ് നാളെ വിധിക്കുക. ശരണ്യയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 2-ാം പ്രതിയായിരുന്ന ശരണ്യയുടെ സുഹൃത്ത് വലിയന്നൂരിലെ നിധിനെ കോടതി വെറുതെ വിട്ടിരുന്നു. കേരള മനസാക്ഷിയെ നടുക്കിയ കണ്ണൂർ തയ്യലിലെ ശിശുഹത്യാ കേസിൽ നിർണായക വിധി തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച പ്രസ്താവിക്കും. 1.5 വയസ്സുകാരൻ വിയാനെ കടലിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2-ാം പ്രതിയായിരുന്ന ശരണ്യയുടെ സുഹൃത്ത് വലിയന്നൂരിലെ നിധിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ബുധനാഴ്ച പൂർത്തിയായി. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ശരണ്യയ്ക്ക് മുൻകാല കുറ്റകൃത്യങ്ങളിൽ പങ്കില്ലെന്നും മാനസിക സംഘർഷത്തെ തുടർന്നുണ്ടായ വീഴ്ചയായി കണക്കിലെടുത്ത് ശിക്ഷ കുറയ്ക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ കുറ്റകൃത്യത്തിന് ശേഷം സ്വന്തം ഭർത്താവിനെ കേസിൽ കുടുക്കാൻ ശരണ്യ ബോധപൂർവം ശ്രമിച്ചത് കോടതി ഗൗരവമായി നിരീക്ഷിച്ചിട്ടുണ്ട്. 2020 ഫെബ്രുവരിയിലാണ് കേരളത്തെ നടുക്കിയ ക്രൂരത അരങ്ങേറിയത്. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി 1.5 വയസ്സുകാരനായ മകനെ ശരണ്യ കടൽഭിത്തിയിലെ കരിങ്കല്ലുകൾക്കിടയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KN പ്രശാന്താണ് വ്യാഴാഴ്ച വിധി പ്രസ്താവിക്കുക. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.